വിദഗ്ധ ചികിത്സ കിട്ടാതെ എത്ര ആൾക്കാർ മരണപ്പെട്ടു. ഈ മരണപ്പെടാനുണ്ടായ കാരണക്കാർ ആരാണ്? നമ്മൾ ഓരോരുത്തരാണ്. എനിക്കിന്ന് പറയാനുള്ളത് കാസർഗോഡ് ജില്ലക്കാരോടാണ്. ഇതിൽ മതമോ രാഷ്ട്രീയമോ ഒരിക്കലും നിങ്ങൾ നോക്കരുത്. ഇത് നമുക്കുള്ള ഔദാര്യമല്ല, നമ്മളുടെ അവകാശമാണ്. അത് നമ്മൾ നേടിയെടുക്കണം, അതിനുവേണ്ടി സംസാരിക്കണം. ഇത്രയൊക്കെ ആൾക്കാർ മരണപ്പെടാൻ കാരണം എന്താണല്ലേ? ഈ കാണുന്ന ആശുപത്രി, കാസർഗോഡ് ജില്ലയിൽ വന്ന മെഡിക്കൽ കോളേജിന്റെ കീഴിൽ വരുന്ന ആശുപത്രി. ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ ഒന്നെങ്കിൽ പെരിയാരം മെഡിക്കൽ കോളേജിൽ പോകണം, അതല്ലെങ്കിൽ മംഗലാപുരം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. മംഗലാപുരം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ പോകുന്ന വഴിയിൽ ആധാരം കൊണ്ടുപോയി ഏതെങ്കിലും ഫൈനാൻസിൽ ഇറങ്ങിയിട്ട് കടമെടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി പറ്റൂല. അത്രയും അത് അവിടെയൊക്കെ ബില്ല് വരും. ഈ ഒരു ആശുപത്രി യാഥാർത്ഥ്യമായെങ്കിൽ 1 ലക്ഷം റുപ്യ 1.5 ലക്ഷം റുപ്യൊക്കെ വരുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. സാധാരണക്കാർക്ക് ഇന്നത്തെ കാലം അറിയാലോ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞെങ്കിൽ അതല്ലെങ്കിൽ 4 ആളെ മുന്നിൽ ചാരിറ്റിയുമായി പോയി കൈ നീട്ടിയിട്ട് മേടിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിൽ വോട്ടും ചോദിച്ചും കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വരുന്നുണ്ടോ, അത് സ്ത്രീകളായെങ്കിലും പുരുഷന്മാരായെങ്കിലും, നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അവരോട് സംസാരിക്കണം. ഇത് യാഥാർത്ഥ്യമായിട്ട് കിട്ടണം. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നുള്ളത്. അത് നമ്മുടെ അവകാശമാണ്. മലയാളി സമൂഹമേ, കേരളക്കാരെ, കാസർഗോഡുകാർക്ക് വേണ്ടി നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും.